ജെകെ റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഔട്ടായില്ലേ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഡൗട്ട് പറയാണ്, ഒരിക്കലും പ്രൊമോ ഈസ് നോട്ട് പ്രോമിസ്. പ്രൊമോ ഒരിക്കലും പ്രോമിസ് അല്ല, അത് കണ്ടൻറ് ക്ഷാമമുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇന്നലെ ജയിൽ നോമിനേഷൻ്റെ ഒരു പ്രൊമോ വന്ന്, അത് ഓൾറെഡി അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പം അടുത്തൊരു പ്രൊമോ വേണമല്ലോ. ജയിൽ നോമിനേഷനിൽ ആദില വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ആദിലയുടെ പേര് പറയുന്നത്? ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ, അതായത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു എവിക്ഷൻ, അവർ വഴിയായിട്ടുള്ളൊരു എവിക്ഷന് തയ്യാറെടുക്കുമ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാൻ എല്ലാവരും വിചാരിക്കുള്ളൂ മനസ്സുകൊണ്ട്. ഒന്നുകിൽ അനീഷ്, അനുമോള്, അക്ബർ, ആര്യൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ആദിലേനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നത് ശോഭനെ കളിപ്പിച്ച പോലെ തന്നെ ഒരു പ്രാങ്കായിരിക്കാനാണ് സാധ്യത. 1, 2, 3 പേര് മനസ്സിലാക്കിക്കൊണ്ടുള്ള, അവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡ്രാമയായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ആ പടിയുടെ അവിടം വരെ എത്തുമ്പോൾ അതടയും. അല്ലാതെ ഒരിക്കലും ആദിലയുടെ പേര് എടുത്ത് ഇങ്ങനെ പറയാൻ സാധ്യത വളരെ കുറവാണ് എല്ലാവരും കൂടി. സോ അതായിരിക്കാനാണ് സാധ്യത. നമുക്കിപ്പോൾ അറിഞ്ഞാലും മേ ബി അത് ഒരു പ്രാങ്കാവും. ഓക്കെ, അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ പോകാനും സാധ്യതയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാം. സീക്രട്ട് റൂമിൽ പോയിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ സൺഡേയിൽ തിരിച്ചു വരാം, അങ്ങനെയും ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആളേനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഒരിക്കലും ആദിലേനെ എല്ലാവരും പാടെ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, കാത്തിരുന്ന് കാണാം. ഓക്കെ, പോയി വരാം അടുത്തൊരു വീഡിയോയുമായി.